Hello dear students, welcome to another online class. We are discussing the first chapter of Plus 1 Accountancy. The name of chapter is Introduction to Accounting. Now today we are discussing the branches of accounting. പ്രിയപ്പെട്ട കുട്ടികളെ, മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് 1 അക്കൗണ്ടൻസിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ശാഖകൾ. ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. There are 3 types of accounting. അക്കൗണ്ടിങ്ങിൻ്റെ 3 ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചുകളുണ്ട് എന്ന് പറയാം. അക്കൗണ്ടിങ് 3 തരത്തിലുണ്ട്. ഒന്നാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്ലസ് 1ലും പ്ലസ് 2വിലും നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഡിഗ്രിയൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ 3 അക്കൗണ്ടിങ് ബ്രാഞ്ചുകളാണുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏതൊക്കെയാണ് അക്കൗണ്ടിങ് ബ്രാഞ്ചുകൾ? 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. 3 ബ്രാഞ്ചുകളുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവയുടെ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. ഓക്കെ, ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഒന്നാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് It is the original form of accounting which is used to find out operational results, profit or loss, and financial position of the business. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ രൂപമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പറേഷണൽ റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ഓപ്പറേഷണൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഫലം, അതായത് ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലവും സാമ്പത്തിക സ്ഥിതിയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ രൂപമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലവും സാമ്പത്തിക സ്ഥിതിയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ രൂപമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. It is concerned with the recording of financial transactions in the books. സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുന്നതാണ് ഇത്. വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. It provides financial information to management and other interested parties. It provides financial information to the management and other interested parties. മാനേജ്മെൻറ്റിനും മറ്റു തൽപരരായ കക്ഷികൾക്കും സാമ്പത്തിക വിവരങ്ങൾ ഇത് നൽകുന്നു. മാനേജ്മെൻറ്റിനും മറ്റു തൽപരരായ കക്ഷികൾക്കും സാമ്പത്തിക വിവരങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നൽകുന്നു. അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റ്സ് ടു പാസ്റ്റ് പീരിയഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലേറ്റ്സ് ടു പാസ്റ്റ് പീരിയഡ്. കഴിഞ്ഞുപോയ കാലയളവുമായി ബന്ധപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കഴിഞ്ഞുപോയ കാലയളവുമായി ബന്ധപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കഴിഞ്ഞുപോയ കാലയളവുമായി ബന്ധപ്പെടുന്നതാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലവും സാമ്പത്തിക സ്ഥിതിയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ രൂപമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റിനും മറ്റു തൽപരരായ കക്ഷികൾക്കും സാമ്പത്തിക വിവരങ്ങൾ
ഇത് നൽകുന്നു. അതുപോലെ കഴിഞ്ഞു പോയ കാലയളവുമായി ബന്ധപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലം കണ്ടുപിടിക്കുക, ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക എന്നതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ശേഷമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ് എന്നാണ്, എക്സ്പെൻസ് എന്നാണ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ചെലവുകളുണ്ട്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ചെലവുകൾ കുറയ്ക്കാനായിരിക്കും എപ്പോഴും സ്ഥാപനം ശ്രമിക്കുക. അങ്ങനെ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ചെലവുകൾ മാത്രം കൈകാര്യം ചെയ്യാനുള്ള അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? ചെലവുകൾക്കുള്ള അക്കൗണ്ടിങ് പ്രക്രിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ചെലവുകൾക്കുള്ള അക്കൗണ്ടിങ് പ്രക്രിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് എ മെക്കാനിസം ബൈ വിച്ച് cost of products or services are analyzed and controlled. It is a mechanism by which cost of products or services are analyzed and controlled. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ വിശകലനം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ വിശകലനം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഇറ്റ്സ് എയിം ഈസ് ടു അസർടെയിൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ കോസ്റ്റ് കൺട്രോൾ. Its aim is to ascertain cost of products or services and assist management in cost control. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ നിർണ്ണയിക്കുകയും ചെലവ് നിയന്ത്രണത്തിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ നിർണ്ണയിക്കുകയും ചെലവുകൾ കണ്ടുപിടിക്കുകയും ചെലവ് നിയന്ത്രണത്തിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുകയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ചെലവുകൾക്കുള്ള അക്കൗണ്ടിങ് പ്രക്രിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ വിശകലനം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ നിർണ്ണയിക്കുകയും ചെലവ് നിയന്ത്രണത്തിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതാണ് രണ്ടാമത്തെ അക്കൗണ്ടിങ് ബ്രാഞ്ച്. ഇനി അവസാനത്തേത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനുള്ള അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് ധാരാളം വിവരങ്ങൾ ആവശ്യമാണ്. ഒരു വലിയ സ്ഥാപനം നിയന്ത്രിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് ധാരാളം വിവരങ്ങൾ ആവശ്യമാണ്. മാനേജ്മെൻറ്റിന് ധാരാളം വിവരങ്ങൾ ആവശ്യമാണ്. മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇത്തരം വിവരങ്ങൾ നൽകാനുള്ള അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്താണ്? ധാരാളം വലിയ സ്ഥാപനങ്ങളുണ്ട്. ആ വലിയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് മാനേജ്മെൻറ്റാണ്. ആ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അവർക്ക് മാനേജ്മെൻറ്റിന് ധാരാളം വിവരങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇത്തരം വിവരങ്ങൾ നൽകാനുള്ള അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിനുള്ള അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്.
It is a branch of accounting which provides information to management of an organization in order to take decision. It is a branch of accounting which provides information to management of an organization in order to take a decision. തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടിംഗ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടിംഗ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ഇറ്റ്സ് എയിം ഈസ് ടു അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് വേരിയസ് ടെക്നിക്സ് ലൈക്ക് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്, cash flow statements, etc. to make the accounting data more useful for managerial decision making. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപകാരപ്രദമായ വിവരങ്ങൾ ഉണ്ടാക്കുന്നതിന് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മുതലായ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപകാരപ്രദമായ വിവരങ്ങൾ ഉണ്ടാക്കുന്നതിന് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മുതലായ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ് അക്കൗണ്ടിംഗ് ബ്രാഞ്ച്? ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ഫലവും സാമ്പത്തിക സ്ഥിതിയും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവുകൾ വിശകലനം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിന് വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടിംഗ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. ഈ വീഡിയോ 1-2 പ്രാവശ്യം നിങ്ങൾ കാണുക. തുടർന്ന് നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിച്ച് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.